കാഴ്ച. ഹല്ലേലൂയ, മഴ പെയ്യുന്നത് പോലെ, ഹല്ലേലൂയ, മഴ പെയ്യുന്നത് പോലെ ഒരു ദൈവശക്തി നിങ്ങളുടെ കൂടാരങ്ങളിലെ മുകളിലേക്ക് ഹല്ലേലൂയ ഇന്ന് കർത്താവ് തുറന്നു വിടുകയാ. ആത്മാവിൽ റിസീവ് ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഒരു അത്യന്ത ശക്തി ഇന്ന് നിങ്ങളുടെ ശരീരങ്ങൾക്കകത്ത്, ഓ ഹല്ലേലൂയ, ബലഹീനതയ്ക്കകത്ത് തുണ നിൽക്കുന്ന ഒരു ദൈവശക്തി. ബലഹീനതയിൽ ദൈവശക്തി, ബലഹീനതയ്ക്കകത്ത് നിന്നെ കൈപിടിച്ച് നടത്തുന്ന, നിന്റെ പ്രതികൂലത്തിനകത്ത് നിന്നെ കൈപിടിച്ച് നടത്തുന്ന, നിന്റെ രോഗത്തിനകത്ത് നിന്നെ കൈപിടിച്ച് നടത്തുന്ന, ഓ ആരാ സ്വീകരിക്കുന്നത് ആ ദൈവശക്തിയെ സ്വീകരിക്കുന്നവർ ഇന്ന് രാത്രി ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും, എന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിലെ സകല പ്രശ്നങ്ങൾക്കും നിങ്ങളെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. കേൾക്കുന്ന അപമാനങ്ങൾക്ക്, കേൾക്കുന്ന നിന്ദകൾക്ക്, പരിഹാസങ്ങൾക്ക്, കുത്തുവാക്കുകൾക്ക്, വേദനിപ്പിക്കുന്ന സംസാരങ്ങൾക്ക്, ഹല്ലേലൂയ, നിന്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധിക്ക്, ഹല്ലേലൂയ, നിന്റെ മുന്നിൽ വരുന്ന കഷ്ടതയ്ക്ക്, ഇതിന്റെ എല്ലാം നടുവിൽ ശക്തനാക്കുന്ന. അതുകൊണ്ട് വചനത്തിനകത്ത് വായിക്കുമ്പോൾ ഹല്ലേലൂയ, പഴയ നിയമത്തിനകത്ത് ശക്തി ഒരു സമയത്ത് ക്ഷയിച്ചു പോയ ഒരു മനുഷ്യനാണ് ഏലിയാവ്. ഇസബേലിന്റെ വാക്കിന്റെ മുന്നില്, ഹല്ലേലൂയ, ഒരു പൈശാചിക ശക്തിയുടെ വാക്കിന്റെ മുന്നില് ശക്തി ക്ഷയിച്ചു പോയി. തൻ്റെ അകത്തുണ്ടായിരുന്ന ദൈവശക്തിയെ പറ്റി ഹല്ലേലൂയ അതിനെ ക്ഷയിച്ചിട്ട് പറയുകയാ, ഹല്ലേലൂയ, എനിക്ക് മരിച്ചാ മതി. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയുടെ ആ വലിപ്പത്തെ ഒരു നിമിഷം മറന്നെന്ന് ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞേ, ഈ പ്രതിസന്ധിക്കകത്ത് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവനെ അങ്ങ് എടുത്തോണമെന്ന്, എൻ്റെ ജീവനെ അങ്ങ് എടുക്കാൻ. പക്ഷെ ഞാൻ പറയാ, ഈ പ്രതിസന്ധിക്കകത്ത് തകരാനല്ല നിന്റെ അകത്ത് ഇട്ടിരിക്കുന്ന ദൈവശക്തി. ഈ പ്രതികൂലത്തിനകത്ത് ഉടഞ്ഞു പോകാനല്ല നിന്റെ അകത്ത് തന്നിരിക്കുന്ന പ്രതിസന്ധി. ഇതിന്റെ മുകളിലൂടെ ചവിട്ടുവാ, ഇതിന്റെ മുകളിലൂടെ ചവിട്ടുവാ, ഇതിന്റെ മുകളിലൂടെ പ്രതിസന്ധിയെ കൊടയുവാൻ. ഓ വലിയൊരു ദൈവശക്തി, ഹല്ലേലൂയ, ആത്മാവിൽ ഞാൻ കാണുന്നല്ലോ. ഹല്ലേലൂയ, അസാധാരണമായ ദൈവശക്തി. മോളെ നീ പ്രാർത്ഥിച്ചോ, നിന്റെ മേൽ ഒരു ഭയങ്കര ദൈവശക്തി നിൽക്കുന്ന ഞാൻ കാണുന്നു. ഒരു അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നിന്റെ മേൽ ശക്തിയോടെ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യത്തെ ആത്മാവിന് തുറക്കുകയാ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അസാധാരണമായ ദൈവത്തിന്റെ ശക്തി, ശക്തിയോടെ. പൗലോസ് എഴുതി വെച്ചിരിക്കുക, എന്നെ ശക്തനാക്കുന്നവൻ. ഭയങ്കര ഭയങ്കര പവർ ആങ്ങളെ ആ വാക്കിന്, എന്നെ ശക്തനാക്കുന്നവൻ. ഹല്ലേലൂയ, ഭയങ്കര സില്ലിയായിട്ട് പക്ഷെ നമ്മൾ പലപ്പോഴും ആ ഭാഗം വായിച്ചു വിടുന്നേ. പക്ഷെ ഒന്ന് ചിന്തിച്ച്, നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ഇനി മുതൽ അങ്ങനെ ഒന്ന് പ്രശ്നം വരുമ്പോൾ അതിന്റെ മുന്നിൽ നിന്നിട്ട് പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഈ പ്രശ്നത്തിനകത്ത് ഞാൻ ജയിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഈ രോഗത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും. ഹല്ലേലൂയ, അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്യാൻ പോകല്ലേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അങ്ങനെ അങ്ങ് വിശ്വസിക്ക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന്. കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് പോലെ ഞാൻ പറയാം. ഹല്ലേലൂയ, ചില രോഗാണുക്കളെ നോക്കിയിട്ട് പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ചില രോഗങ്ങളെ നോക്കിയിട്ട് പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഞാൻ സകലത്തിലും പിശാചേ നീ കൊണ്ടിട്ട ഈ രോഗത്തിന്റെ മേൽ ഹല്ലേലൂയ എനിക്ക് ദൈവം മതിയായവനാ. നീ
കൊണ്ടുന്ന പ്രശ്നങ്ങളുടെ മേൽ, സാമ്പത്തിക ഞെരുക്കങ്ങളുടെ മേൽ എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. അതുകൊണ്ടല്ലേ ആത്മഹത്യ ചെയ്യാൻ നിന്ന സ്ത്രീയുടെ വീടിനകത്തേക്ക് ദൈവപ്രവൃത്തി അയച്ചത്. അതുകൊണ്ടല്ലേ കടക്കാരി വന്ന് പിടിച്ചോണ്ട് പോകാൻ നിന്ന് കൂടാരത്തിനകത്തേക്ക് ദൈവപ്രവൃത്തി അയച്ചത്. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രശ്നത്തിനകത്ത് നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം ഉണ്ട്. എന്തെന്തോ ഇന്നെന്തോ ഇതിനകത്തു നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മേൽ കർത്താവ് അങ്ങനെ ഒരു നിയോഗത്തെ തുറക്കുകയാ. ഒരു വലിയ ശക്തി, ഹല്ലേലൂയ, ഒരു വലിയ ശക്തി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഈ ആഴ്ച നിങ്ങൾക്ക് ചില വിഷയങ്ങളെ ജയിക്കുവാൻ ഒരു ദൈവശക്തി ആവശ്യമാണ്. ഈ ദൈവശക്തി കൊണ്ട് നിങ്ങൾ ചില വിഷയങ്ങളെ ജയിക്കാൻ തുടങ്ങുക. അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് നിങ്ങൾ ചില വിഷയങ്ങളെ ഈസി ആയിട്ട്, അങ്ങനെ ഈ ആഴ്ച മുഴുവൻ ഈ വാക്യം പറഞ്ഞു, ഒരു വലിയ അത്ഭുതം കർത്താവ് ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച ഈ വചനം ചിലത് കൊണ്ടുവരും, ചിലത് ശരീരത്തിൽ ചെയ്യും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും ഹല്ലേലൂയ, ഈ വചനം പറഞ്ഞുകൊണ്ട് നടന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും, മോനെ നിന്റെ എല്ലാ വിഷയത്തിലും ശക്തനാക്കുന്ന ഒരു ദൈവം. എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. നിന്റെ എല്ലാ പ്രോബ്ലംസിലും നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം, ഒരു ഭയങ്കര ദൈവശക്തി നിന്റെ മേലുണ്ട്. ചില വിഷയങ്ങളുടെ മുകളിൽ നീ ഈസി ആയിട്ട് ഈ ദൈവശക്തി കൊണ്ട് നീ ഒരു സ്റ്റെപ്പ്, ഞാൻ കാണുന്നല്ലോ, ഹല്ലേലൂയ, ബലമുള്ള ഒരു വ്യക്തി സ്റ്റെപ്പ് കയറുന്നതും ബലഹീനമായ ഒരു വ്യക്തി സ്റ്റെപ്പ് കയറുന്നതും ഡിഫറെന്റ് ആയിട്ട് അല്ലേ സാറേ? ബലമുള്ളവര് ചാടിപ്പോകും, പെട്ടെന്ന് കയറും. ബലം കുറഞ്ഞവര് ഒരു പക്ഷെ നിന്ന് ഒന്ന് പിടിച്ച്, പക്ഷെ ഒരു അകത്തൊരു ശക്തിയുള്ളവൻ മാൻപേടെ കാലിന് ബലം പോലെ ഓടുവന്ന്. ഹല്ലേലൂയ, അവർ തിരിഞ്ഞു നോക്കത്തില്ല. കാരണം എന്നാന്നറിയാമോ? അകത്തു വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ ശക്തി കൊണ്ട് നമ്മൾ ചിലതിനെ ഓടിക്കയറും. ഹല്ലേലൂയ. പൗലോസ് ഒത്തിരി, ഞാൻ ഈ ആഴ്ചകളിലൊക്കെ നിങ്ങളോട് പല തവണയായി പറഞ്ഞ ഭാഗം, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പൗലോസ് പ്രതികൂലത്തിലൂടെ കടന്നുപോയതാ. പക്ഷെ എന്നിട്ട് ഈ ദൈവമനുഷ്യൻ പറയുക, എന്നെ ശക്തനാക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ വന്ന എല്ലാ പ്രതിസന്ധി നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ആൻറ്റി അങ്ങനെ ഒന്ന് പറഞ്ഞേ. വീടിനകത്ത് ചില സാമ്പത്തിക മേഖലകൾക്കകത്ത് ഒരു വലിയ ദൈവശക്തി വെളിപ്പെടുന്നു. ആത്മാവ് പ്രവചിക്കുന്നു. ഈ തലമുറകളുടെ മേലെല്ലാം ചില പുതിയ വഴികൾ തുറക്കുന്നെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുകയാ. ഈ തലമുറകളുടെ മേലുള്ള വലിയ വഴികൾ ദൈവം തുറക്കുന്നു. ഇവിടെ സ്ഥിതികളെ കർത്താവ് മാറ്റുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ അങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. മോനെ നീ പ്രാർത്ഥിച്ചു തുടങ്ങി, നിന്റെ സ്ഥിതിയെ കർത്താവ് മാറ്റാൻ തുടങ്ങുകയാ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് പ്രവചിച്ചു പറയുന്നു. ഞാൻ കാണുന്ന ഒരു കാഴ്ച, നിനക്ക് വേണ്ടി ചില രാജ്യത്തിന്റെ വാതിലുകൾ പോലെ നീ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഇന്നേ ദിവസം നിന്റെ ലൈഫിനകത്ത് വലിയൊരു ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളാണെന്ന് ആത്മാവിനോട് പ്രവചിച്ചു പറയുന്നു. സ്വപ്നം കാണുന്നത് പോലെ ചിന്തിക്കാത്ത സമയത്ത് നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കുമെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. എങ്ങനെയെന്നറിയത്തില്ല, എന്താകുമെന്നറിയത്തില്ല. പക്ഷെ താഴ്വരയ്ക്കകത്ത് നീ കുഴിവെട്ടിയാൽ അതിനകത്ത് വെള്ളം കൊണ്ട് നിറയോ. നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം, നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവശക്തി, ഇന്ന് പകൽ ആത്മാവിൽ സ്വീകരിക്ക. ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും. പ്രവചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുക, ഞാൻ നിന്നോട്, 41 അധ്യായം 10 വാക്യം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അടുത്ത പദം, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ, ഞാൻ നിന്നെ ശക്തീകരിക്കും.
ഹല്ലേലൂയ. ദൈവം നമ്മളെ ശക്തീകരിക്കാൻ പോവുക. ദൈവം നമ്മളെ ശക്തീകരിക്കാൻ പോവുക. ചില സമയങ്ങളിലൊക്കെ ശക്തി ക്ഷയിച്ചു പോയിട്ടില്ല ഞങ്ങളെ. എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലും, എത്രത്തോളം നമ്മൾ ചിലപ്പോൾ കയറി വന്നാലും, ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ, ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ശക്തി, പക്ഷെ ആ വചനം എന്ന് പറയാ, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മളെ ബോൾഡാക്കും. ഹല്ലേലൂയ, ബോൾഡാക്കും. എന്തിനാ? നിന്ദിച്ചവരുടെ മുന്നിൽ, പരിഹസിച്ചവരുടെ മുന്നിൽ, ഓ ഹല്ലേലൂയ, നിന്നെ ഉപദ്രവിച്ചവരുടെ മുന്നിൽ, ഹല്ലേലൂയ, നിനക്ക് മാൻ പവർ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വായ്ബലം കൊണ്ട് നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം നമ്മൾ ദൈവമക്കളാ. പക്ഷെ അകത്ത ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയ നീ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോ, ഹല്ലേലൂയ, ദുഷ്ടന്റെ കൂടാരത്തിനകത്ത്, ഹല്ലേലൂയ, ദൈവപ്രവൃത്തി ദൈവം അയക്കുമെന്ന് മോശയോട് ചോദിച്ച മോശ പറയും, ഈ ജനത്തെ എങ്ങനെ വിടുവിച്ചോണ്ട് വന്നെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ അകത്തൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ, എന്റെ അകത്തൊരു ശക്തിയുണ്ട്. അതുകൊണ്ടല്ലേ സകല മന്ത്രം മോശയോട് പറഞ്ഞു, മോശ നിന്റെ വടി സർപ്പമായി. മോശയിട്ട വടി സർപ്പമായി. അവിടെ നിന്ന് സകല മന്ത്രവാദികളുടെ വടിയും സർപ്പമായി. പക്ഷെ ശക്തിയുള്ളവന്റെ സർപ്പം ബാക്കിയുള്ളവനെ വിഴുങ്ങിയെന്ന് പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ശക്തിയുള്ളവന്റെ ദൈവം ഒരുവനെ ശക്തീകരിച്ച് വിട്ടാൽ, ദൈവം നമ്മളെ ശക്തീകരിച്ചാൽ ഒരു പറവോനും നമ്മളെ ജയിക്കാൻ പറ്റത്തില്ല. മറ്റൊരു ശക്തിക്ക് നമ്മളെ ജയിക്കാൻ പറ്റത്തില്ലെന്ന്. കാരണം എന്നാന്നറിയാമോ? അതിനെ വിഴുങ്ങാൻ ഒരു അഭിഷേകം നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ അകത്ത് ദൈവശക്തി എന്തിനാ തന്നെന്നറിയാമോ? നീ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോ, ഹല്ലേലൂയ, ചിലതിനെ വിഴുങ്ങി കളയുക, ചിലതിനെ വിഴുങ്ങി കളയുവാൻ ഒരു ദൈവശക്തി. എഴുതി വെച്ചിരിക്കുക, ഞാൻ ശക്തനാക്കുന്നവൻ, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. അടുത്ത പദം, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ശക്തീകരിക്കുക മാത്രമല്ല, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. ഓ, എനിക്കറിയത്തില്ല ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവചിക്കുന്നല്ലോ, ശക്തീകരിച്ചിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്. ഹല്ലേലൂയ. നിന്നെ ആരും നിനക്ക് ഹെൽപ്പ് ചെയ്യാനില്ലേ, ആരും നിന്നെ സഹായിക്കാനില്ലേ, നീ വിഷമിക്കണ്ട. നിന്റെ അകത്തൊരു ശക്തി തന്ന് ഞാൻ നിന്നെ സഹായിക്കൂ. നിന്റെ അകത്തൊരു ശക്തി തന്ന് നിന്റെ പ്രശ്നത്തിനകത്ത് ജയിക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. വായിക്കുക പറഞ്ഞ് ജയിക്കാന്നല്ല പറഞ്ഞത്, ആയുധമെടുത്ത് ജയിക്കാന്നല്ല പറഞ്ഞേ, ശക്തീകരിപ്പിച്ച്. അതിനെ പദമല്ല, ശക്തീകരിപ്പിച്ച് ഞാൻ നിന്നെ സഹായിക്കാം. ആലയത്തിനകത്തേക്ക് ഈ ഭാഗമൊന്നും ഞാൻ എടുത്തു വെച്ചതല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് അതിലൂടെയൊക്കെ എന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ പറയാ, ആലയത്തിനകത്തേക്ക് നിന്നയും പരിഹാസവും കണ്ണുനീരും കൊണ്ട് ഓടി വന്നിരിക്കുക ഹന്ന. ഹല്ലേലൂയ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എന്തോ ഒരു വലിയ ശക്തി, ഒരു വലിയ ശക്തി അവൾക്ക് ലഭിച്ചു. അവളെ പ്രതിയോഗിയോട് വായിക്കുക സംസാരിക്കാൻ പോയില്ല, പക്ഷെ അവൾക്കകത്തൊരു ശക്തി ലഭിച്ചു. ഈ ശക്തി ഒരു വിടുതലിനെ വിളിച്ചുകൊണ്ട് വന്നു. ഈ ശക്തി അടുത്ത 9 മാസം കഴിഞ്ഞപ്പോൾ ഒരു വിടുതൽ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ചില മാസങ്ങൾക്കകത്ത് ഈ ശക്തി നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് ചില വിടുതലുകളെ വിളിച്ചു കൊണ്ടുവരാൻ തുടങ്ങുകയാ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ, അടുത്ത 2 മാസത്തിനകത്ത് നിങ്ങളുടെ വീടുകൾക്കകത്ത് ചില ദൈവപ്രവൃത്തിയുടെ
പരിശുദ്ധാത്മാവ് ഒത്തിരി ശക്തമായി ഇടപെടുന്നല്ലോ. മാധ്യസ്ഥങ്ങളെ ഒത്തിരി ശക്തമായി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. അടുത്ത 2 മാസം ശരീരത്തിനകത്ത് ഒരു ഭയങ്കര ദൈവശക്തിയെ കർത്താവ് തുറന്നു വിടുന്നത് പോലെ എനിക്കറിയത്തില്ല, ആത്മാവെന്നെ കാണിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ മുതൽ ഹല്ലേലൂയ ശരീരത്തിൽ ഒരു ഭയങ്കര ബലത്തെ കർത്താവ് ഹല്ലേലൂയ ഇന്ന് തരുന്നത് പോലെ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ഇന്നലെ വരെ ഓടിയതുപോലെ അല്ല, ഇന്നലെ വരെ നടന്നതുപോലെ അല്ല, ഇന്നലെ വരെ എണീറ്റതുപോലെ അല്ല, ഒരു അസാധാരണമായ ദൈവശക്തി ശരീരത്തിനകത്ത് കർത്താവ് തുറന്നിടുന്നു. ആത്മാവിൽ അന്യഭാഷയിൽ സ്തുതിച്ചാട്ട് പറഞ്ഞാട്ടെ. വായിച്ച കുറിവാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും. വായതുറന്നൊന്നുകൂടെ പറഞ്ഞു. ആ പദമൊക്കെ അങ്ങ് പറഞ്ഞോ. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഞാൻ സകലത്തിൽ മോനെ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ആന്റി കുക്ക് ചെയ്യുമ്പോൾ അങ്ങ് പറഞ്ഞു, കിച്ചണിൽ നിൽക്കുമ്പോൾ അങ്ങ് പറഞ്ഞു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ രാത്രിയുടെ യാമങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇന്നു മുതൽ അങ്ങനെ ഒന്ന് പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഞാൻ പറയാം, നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ നീ പോലും അറിയാതെ ചില വഴികൾ നിനക്ക് വേണ്ടി എന്തോ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അങ്ങനെ തന്നെ പ്രവചിക്കുകയാ. ഇന്നു മുതൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഇതൊന്ന് പറഞ്ഞിട്ട് കിടക്കാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും. ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നീ ഇത് പറഞ്ഞിട്ടുറങ്ങുമ്പോൾ, നാളെ നിനക്കെതിരെ പിശാച് മെനയുന്ന തന്ത്രങ്ങളെ തലേ രാത്രി ഈ വചനം പൊളിക്കുമെന്ന്. ഇത് പറഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോൾ നാളെ നിന്നെ തകർക്കാൻ പിശാച് ഒരുക്കിയ പദ്ധതികൾക്ക് മുകളിൽ ഈ വചനം നിന്നെ ജയിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് എഴുതി വെച്ചിരിക്കുക, അവൻ ക്ഷീണിച്ചിരിക്കുന്നവനാണ് ശക്തി നൽകും. ഹല്ലേലൂയ. കാരണം ഈ ശക്തി ഉണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. ഏതാ ശക്തി? നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച ആഹാരത്തിന്റെ ശക്തിയാണോ? നമ്മൾ കുടിക്കുന്ന ചായയുടെ, ബൂസ്റ്റിന്റെയോ പാലിന്റെയോ ശക്തിയാണോ? നോ, ഉയരത്തിലെ ശക്തി. അതുകൊണ്ട് ആ വചനത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം. ശക്തി ലഭിച്ചാൽ ഹല്ലേലൂയ, ശക്തി ലഭിച്ചാൽ, ശക്തി പുറപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ പിശാചിന് നിന്നെ പിടിച്ചാ കിട്ടത്തില്ലെന്ന്. പിശാചിന് പിന്നെ നിന്നെ അമ്മാനവാടാൻ പറ്റത്തില്ലെന്ന്. പിശാചിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ലെന്ന്. ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, പിശാചിന് ഒതുക്കാൻ കഴിയാത്തൊരു ദൈവശക്തി യേശുവിന്റെ അധികാരമുള്ള നാമത്തിലെ ദൈവശക്തി ശക്തിയോടെ ശരീരത്തിനകത്ത് തുറന്നു വരട്ടെ. കരമടിച്ച് ദൈവശക്തി ശക്തിയോടെ ഇതിനകത്ത് തുറന്നു വരട്ടെ. പിശാചിന് വഹിക്കാൻ കഴിയാത്ത, പിശാച് ഭയപ്പെടുന്ന ഒരു ആത്മശക്തി ഇന്ന് നിങ്ങളുടെ മേൽ പരിശുദ്ധ ആത്മാവ് തുറക്കുന്നു. ഹല്ലേലൂയ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. വചനം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിച്ചാൽ പല ദൈവ മനുഷ്യരും ക്ഷീണിച്ച ചരിത്രം എഴുതി വെച്ചിരിക്കുന്നു. പലരും ക്ഷീണിച്ചു പോയ, പക്ഷെ അവിടെ എല്ലാം വെളിപ്പെട്ടത് ശക്തിയാണ്. അവിടെ എല്ലാം വെളിപ്പെട്ടത് ദൈവശക്തിയാണ്.
ചൊല്ലാറില്ല. എന്തിനാ? ഇവന്റെ അകത്തൊരു ഭയങ്കര ശക്തിയുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ള കിളികളെക്കാൾ, മറ്റുള്ള പക്ഷികളെക്കാൾ ഇവനൊരു ഭയങ്കര ശക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. വചനം പോലും അവിടെ എഴുതി വെച്ച കഴുകനെ അവിടെ ഹല്ലേലൂയ കാണിച്ചിരിക്കുക. കഴുകന്റെ ശക്തിയെ ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി. ഹല്ലേലൂയ. പിശാച് നിന്നോട് കൊമ്പ് കോർക്കാൻ വരത്തില്ലെന്ന്. നിന്റെ അകത്ത് ഈ ശക്തി ഉണ്ടെങ്കിൽ പിശാച് നിന്നുമായിട്ട് ഇടി വെക്കാൻ വരത്തില്ല. പിശാച് നീയുമായിട്ട് ഹല്ലേലൂയ വിഷയം ഉണ്ടാക്കാൻ വരത്തില്ല. എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുത് വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയോ ശക്തി ഒന്ന് കുറഞ്ഞ പോലെ, എവിടെയോ ഒന്ന് ബലഹീനപ്പെട്ടതുപോലെ ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്കൊരു വലിയ ദൈവശക്തി വേണം, എനിക്കൊരു വലിയ ദൈവശക്തി വേണം. അതിനു വേണ്ടി ഒന്ന് കാത്തിരിക്കാമോ? ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ട് ദൈവശക്തി, റാസധാരമന ദൈവശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവശക്തി. ഹല്ലേലൂയ. എന്തിനാ പറയുന്നത് അവിടെ? 40:31 പറയുക, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരുന്ന ശക്തിയെ പുതുക്കുക, ശക്തിയെ പുതുക്കുക. ഇന്നിതിനകത്ത് ഒരു പുതുക്കം കർത്താവ് തരാൻ ആഗ്രഹിക്കുകയാ. നിങ്ങളുടെ അകത്തുള്ള ശക്തിയെ ഒന്നുകൂടെ മോനെ പരിശുദ്ധാത്മ പുതുക്കം. ഹല്ലേലൂയ. കർത്താവ് ഒന്നുകൂടെ പുതുക്കുക. എന്തിനാന്നറിയാമോ? നീ ക്ഷീണിച്ചു പോകാതെ. ഹല്ലേലൂയ. ഓ ഹോറ കസതേരിയ. എന്തിനാന്നറിയാമോ പുതുക്കുന്നത്? ചില മേഖലകളിൽ ചിറകടിച്ച് കയറാൻ. ഹല്ലേലൂയ. ചില മേഖലകളിൽ നീ താഴെ നിന്നാ പറ്റത്തില്ല. ചില മേഖലകളിൽ നീ താഴെ നിന്നാ പറ്റത്തില്ല. താഴെ നിന്ന പ്രശ്നങ്ങൾ വന്ന് നിന്നെ മൂടും. പക്ഷെ ഈ പ്രശ്നത്തിന്റെ മുകളിൽ ഈ ശക്തിയാൽ നീ ചിറകടിച്ചുയരുമെന്ന്. ഹല്ലേലൂയ. നീ ചിറകടിച്ച് കയറും. അടുത്തത്, തളർന്നു പോകാതെ ഓടും. ശക്തിയെ പുതുക്കുന്നത് എന്തിനാ? ചിറകടിച്ചുയരാൻ. 2, തളർന്നു പോകാതെ ഓടാൻ. 3, ക്ഷീണിച്ചു പോകാതെ നടക്കാൻ. ഹല്ലേലൂയ. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. കർത്താവ് ഇന്ന് നിങ്ങളെ ഈ വൈകിയ വേള ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. ഈ ശക്തിയെ, നിങ്ങളുടെ ശക്തിയെ ഒന്ന് പുതുക്കി തരാൻ. ഹല്ലേലൂയ. അടുത്ത ചില സാഹചര്യങ്ങൾ നിന്റെ ചിറകടിച്ച് കയറണമെങ്കിൽ, നീ ചിറകടിച്ച് ചിലതിന് മുകളിലേക്കൊക്കെ കയറണമെങ്കിൽ ഈ ശക്തി ഒന്ന് പുതുക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. ചില മേഖലകളിൽ നീ തളർന്നു പോകാതെ ഓടണമെങ്കിൽ, നീ ക്ഷീണിച്ചു പോകാതെ നടക്കണമെങ്കിൽ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയെ ഒന്ന് പുതുക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഈ ശക്തി എനിക്ക് 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 ഒന്ന് പുതുക്കം പ്രാപിക്കണമെന്ന്. എനിക്കൊന്ന് പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും. ചിറകടിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ, ക്ഷീണിച്ചു പോകുന്ന പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, നിങ്ങൾ നമ്മുടെ അകത്ത് ഈ ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് ചില പർവ്വതങ്ങളെയൊക്കെ ചവിട്ടിക്കയറും. ഹല്ലേലൂയ. അവരോട് ക്ഷീണിച്ചു പറഞ്ഞു, എന്തിനാ നീ ഇവിടെ ഇരിക്കുന്നത്? ഹോരേബോളം ചെല്ലാനുള്ളൊരു ദൈവശക്തി, ഹോരേബോളം ഓടാനൊരു ദൈവശക്തി. ഓ, ഇന്നെന്തോ പരിശുദ്ധാത്മാവിനോട് പ്രവചിച്ച് കൈമാറുന്നു. ചില പർവ്വതങ്ങളെ ചവിട്ടി കയറാൻ ഒരു ദൈവശക്തി ദൈവം നിങ്ങളുടെ മേൽ തുറക്കുകയാ. ചില പർവ്വതങ്ങളെ നീ ഈ ദൈവശക്തി കൊണ്ട് മെതിക്കാൻ തുടങ്ങുകയാ. നിന്നെ എന്തിനാന്നറിയാമോ ഒരു മെതിവണ്ടിയാക്കുന്നത്? നിന്നെ എന്തിനാന്നറിയാമോ ഒരു പുതുക്കുന്നത്? നീ ചില മേഖലകളിൽ ഓടി കയറേണ്ടതുണ്ട്. ചില കുന്നുകളിൽ നീ ചവിട്ടി കയറേണ്ടതുണ്ട്. അതിനു വേണ്ടി ഒരു ബലത്തെ കരവടിച്ച് കരവടിച്ച് കരവടിച്ച്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തി ഇവരുടെ കരങ്ങളിൽ വ്യാപരിക്കട്ടെ. ഒരു ദൈവശക്തി ഇവരുടെ ശരീരങ്ങൾക്കകത്ത്, ഇവരുടെ നാവുകൾക്കകത്ത് 2-3 മിനിറ്റുകൾ അന്യഭാഷയെ കരവടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ നാവുകള് ദൈവം ഇന്ന് ആ ശക്തിയെ പുതുക്കുന്നു. ആ ശക്തിയെ പുതുക്കുന്നു. ആ ശക്തിയെ പുതുക്കുന്നു. ഒരു ദൈവശക്തി കർത്താവ് പുതുക്കുന്നു. നീ ചിലടത്ത് ചവിട്ടി കയറുവാൻ, ചില പർവ്വതങ്ങളെ നീ മെതിക്കുവാൻ, ചില
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാ. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു, നിന്റെ മുന്നിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ നീ ഈസി ആയിട്ട്, നിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ നീ ഈസി ആയിട്ട്, നിന്റെ മുന്നിൽ നിൽക്കുന്ന വിഷയങ്ങൾ നീ ഈസി ആയിട്ട് ജയിക്കുന്നു, ജയിക്കുന്നു, ജയിക്കുന്നു. ദൈവശക്തിയാൽ ചിലതിനെ ജയിക്കുന്നു, ദൈവശക്തിയാൽ ചിലതിനെ ജയിക്കുന്നു. ദൈവശക്തിയാൽ ചിലതിനെ ജയിക്കുവാൻ എനിക്കറിയാം വചനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുപോലെ ഈ ദൈവ സാന്നിധ്യത്തെ ഞാൻ അനുഭവിക്കുകയാ. ചിലതിനെ ജയിക്കാൻ തുടങ്ങുകയാ. ചിലതിനെ ജയിക്കുവാൻ ചിലരുടെ മാനുഷിക വാക്കുകളെ, ചില ആഭിചാരത്തിന്റെ കെട്ടുകളെ, ചില മന്ത്രങ്ങളെ, ചില ശക്തികളെ നീ ആത്മാവിൽ ഈ ദൈവശക്തിയാ ജയിക്കുന്നു. പരിശുദ്ധാത്മാവനോട് അങ്ങനെ തന്നെ കാണിക്കുന്നു, അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. ഈ ദൈവശക്തി കൊണ്ട് ചില ആഭിചാരത്തിന്റെ കെട്ടുകളെ നീ ജയിക്കാൻ തുടങ്ങുകയാ. നിനക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെ, അവന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, അവന്റെ വിവാഹത്തിനെതിരെ, അവന്റെ കുടുംബജീവിതത്തിനെതിരെ പിശാച് കെട്ടിയ ചില കെട്ടുകളെ ആത്മശക്തിയാ കഴുകൻ ഒരു പാറയുടെ ഇടുക്കിൽ ഇരുന്നിട്ട് ഒരു പുതിയ ശക്തിയോടെ പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. പാറയുടെ പിളർപ്പുകളിൽ ഇരുന്ന് തന്റെ പഴയ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ച് പഴയ നഖങ്ങളെല്ലാം പറിച്ചു കളഞ്ഞ്, ഉരച്ചു കളഞ്ഞ് ചില ദിവസം കഴിയുമ്പോൾ പുതിയ തൂവലുകൾ വന്ന, പുതിയ നഖങ്ങൾ വന്ന ഇവൻ പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. ഇന്നെന്തോ പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു, ഈ ആഴ്ച നിന്റെ അങ്ങനത്തെ ഒരു സീസണെ കർത്താവ് തുറക്കുകയാ. ഇന്നലെ വരെ കണ്ട പിശാച് കണ്ട നീ അല്ല നാളെ മുതല്, ഇന്നലെ വരെ പിശാച് നോട്ടവിട്ട നീ അല്ല നാളെ. നീ എന്തോ ഭയങ്കര പവറുള്ള ഒരു വ്യക്തിയായി, പവറുള്ള ഒരു വ്യക്തിയായി. കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന ഭാഷ പറഞ്ഞാൽ ദൈവം ഒരു പവർ സ്റ്റേഷനായി നമ്മളെ ശക്തീകരിക്കാൻ തുടങ്ങുക. ഒരു പവർ സ്റ്റേഷനായി ലൈനിൽ പോകുന്ന പവർ അല്ല ഒരു പവർ സ്റ്റേഷനകത്തുള്ളത്, അല്ലെങ്കിലേ ഒരു ഏരിയയിലെ മൊത്തം ഉണ്ട് അതിനകത്ത്. ഒരു ലൈൻ വലിച്ചാൽ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്കോ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. പവർ സ്റ്റേഷനിൽ തൊടണമെങ്കിൽ, അവിടെ കയറി ഇടപെടണമെങ്കിൽ അതിൽ നല്ല, അല്ലെങ്കിൽ അതിനകത്ത് ജോലി ചെയ്യുന്നവരെ അതിനകത്ത് ഇടപെടത്തുള്ളൂ. അല്ലാതെ ഒരുത്തിനും ചാടിക്കേറി ഇടപെടാൻ പറ്റത്തില്ല. നീ ഒരു പവർ സ്റ്റേഷനായി ശക്തിപ്പെട്ടാൽ അന്യായമായതൊന്നും നിന്നെ തൊടത്തില്ലെന്ന്. അന്യായമായി നിന്റെ ഭാവിക്ക് മീതെ കെട്ടിയത്, നിന്റെ വർധനവിന് മീതെ കെട്ടിയത്, നിന്റെ തലമുറയ്ക്ക് മീതെ കെട്ടിയത്, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ കെട്ടിയത്, ഇന്ന് 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 സ്വർഗത്തിലെ ദൈവം ആർത്തു മാറ്റുന്നു. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചോ. എന്നെ ശക്തനാക്കുന്നവൻ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും 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 കാണുന്നു. നിങ്ങളുടെയൊക്കെ ശരീരങ്ങളിൽ അസാധാരണമായ ശക്തിയെ ഞാൻ കാണുന്നു. നിങ്ങളുടെ ശരീരങ്ങളിൽ ഒരു ഭയങ്കര ദൈവശക്തി വീഴുന്ന ഞാൻ കാണുന്നല്ലോ. ആരൊക്കെയോ ശക്തിപ്പെടുകയാ. ക്ഷീണിച്ച ചില സാഹചര്യത്തിനകത്ത് ഇന്ന് നിങ്ങളെ ദൈവം വലിയൊരു ശക്തിയാക്കി. നീ ഇന്നലെ വരെ കാത്തിരുന്നത് എന്തിനാ? ഒരു കഴുകന്റെ ശക്തിയോടെ. കഴുകൻ കുറച്ച് ഉയരത്തിൽ പറക്കുന്ന പക്ഷി. അതിങ്ങനെ താഴെയൊന്നും വന്നിരിക്കുന്നതോ അല്ലല്ല തറയിലിരിക്കുന്നതോ ഒന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതെപ്പോഴും മുകളില. യെസ്, അത് ഹൈറ്റിൽ നിൽക്കുന്നതാ. നീ ശക്തി നിന്റെ അകത്ത് വന്നാൽ നീ പ്രശ്നങ്ങൾക്ക് മുകളിൽ നിൽക്കുമെന്ന്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഇന്ന് കർത്താവ് ആരൊക്കെയോ ശക്തിപ്പെടുത്തി ഹല്ലേലൂയ മുകളിൽ കയറ്റുന്നത് പോലെ ഹല്ലേലൂയ താഴെ നിന്ന് ഹല്ലേലൂയ നിന്നെ താഴെയാക്കിയ ചില സാഹചര്യങ്ങളില്ലേ, നിന്നെ താഴ്ത്തിക്കളഞ്ഞ ചില വിഷയങ്ങളില്ലേ, അതിന്റെ മുകളിൽ ദൈവം ഇന്ന് നിന്നെ ശക്തിപ്പെടുത്തി മുകളിലേക്ക്. ഹല്ലേലൂയ. നീ താണു പറക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം ശക്തിപ്പെടുത്തി ഹല്ലേലൂയ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ഹല്ലേലൂയ മതിയാകുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ഹല്ലേലൂയ ഭയങ്കര പ്രതിസന്ധിക്കകത്തൂടെ കടന്നുപോയൊരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ വചനം ആ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുകയാണ്, അവിടെയെല്ലാം എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. അവിടെയെല്ലാം എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുക, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണേ. പക്ഷെ ഇതെല്ലാം വരുമ്പോഴും ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഒരു സൈഡിൽ എനിക്ക് ബലഹീനതയുണ്ട്, ഒരു സൈഡിൽ എനിക്ക് വിഷയമുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം മുകളിൽ എനിക്കൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഏതാ ദൈവശക്തി? ഹല്ലേലൂയ. മരണത്തെ ജയിച്ച, കല്ലറയെ തോൽപ്പിച്ച ആ ദൈവത്തിൻ്റെ ശക്തി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, നിനക്കെതിരായി പിശാച് കൊണ്ടുവരുന്ന ഒരായുധവും നിനക്കോ നിന്റെ തലമുറയ്ക്കോ നിന്റെ കൂടാരത്തിനോ ഫലിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. നിന്റെ പ്രാണന് ദൈവം ഇട്ടിരിക്കുന്ന സമയം തീരാതെ, നിനക്ക് ദൈവം ഇട്ടിരിക്കുന്ന ടൈം അവസാനിക്കാതെ മറ്റൊരുത്തന് നിന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. മറ്റൊരു ശക്തിക്ക് നിന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നീ ശക്തിയോടെ പുറത്തു വരുമെന്ന്. യേശുവിനെ ക്രൂശിച്ചു, കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു, റോമൻ വീര്യമുദ്ര പതിച്ചു, വലിയ കല്ലുരുട്ടി വെച്ചു. ഹല്ലേലൂയ. സകലരും പറഞ്ഞു അവന്റെ കാര്യം തീർന്നു. തീരുമാനമായി. പക്ഷെ കല്ലറകളെ ഭേദിച്ച് മൂന്നാം നാൾ ശക്തിയോടെ ഒരുവൻ പുറത്തു വരികയാ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ വാഗ്ദത്തത്തെ കല്ലറയ്ക്കകത്ത് ഇട്ട പൈശാചിക മേഖലകളുടെ മേൽ ആത്മാവിൽ ശക്തിയോടെ പുറത്തു വരാൻ ഇന്ന് എത്ര പേർ റെഡിയാണ്? എനിക്ക് ആ ദൈവശക്തി വേണോ? ഹല്ലേലൂയ. എനിക്ക് ആ ദൈവശക്തി വേണോ? എന്റെ പ്രശ്നത്തിന്റെ മുകളിലൂടെ ഹല്ലേലൂയ നടക്കുന്ന ഒരു ദൈവശക്തി. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. നിന്റെ പ്രശ്നത്തിന്റെ മുകളിലൂടെ നടക്കുന്ന ഒരു ദൈവശക്തി കർത്താവ് ഇന്ന് നിങ്ങളുടെ മേൽ തുറക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാ. ഒരു പുതുക്കം. ഹല്ലേലൂയ. പുതുക്കം. എന്തിനായിരുന്നു നമ്മൾ പറഞ്ഞത്? തളരാതെ ചിറകടിക്കുവാൻ, ക്ഷീണിക്കാതെ ഓടുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാളെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എടാ ഇന്നലെ ഇല്ലാത്തൊരു ശക്തി എന്താ ഇവന്? ഹല്ലേലൂയ. യെസ്, ഇന്നലെ ഇല്ലാത്തൊരെന്തോ ഒരു ശക്തി. ഹല്ലേലൂയ. നിനക്കെതിരെ ആഭിചാരം ചെയ്തു നോക്കിടാ, ഇന്നലെ ഇല്ലാത്തൊരു ശക്തി അവനെന്തോ ഒന്ന്. ഇതാ അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടാൽ, ഹല്ലേലൂയ, ഇതാ അകത്ത മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങിയാൽ ചില മേഖലകളിൽ
നീ പോലും അറിയാത്തൊരു ശക്തി. ഞാൻ പറയാം, ചില സമയത്തൊക്കെ ചില വാക്കുകളുടെ മുന്നിൽ ക്ഷീണിച്ചു പോകുന്ന സാഹചര്യമൊക്കെ വന്നപ്പോൾ അവിടെ എല്ലാം ദൈവം നിർത്തിയത് ഈ ദൈവശക്തിയാണ്, ഈ ദൈവശക്തിയാ. നീ പോലും അറിയാതെ. അതുകൊണ്ടാ മരിക്കാൻ കാത്തിരുന്ന ഏലിയാവിനോട് പറഞ്ഞു, നോ നോ നോ, നിന്റെ ടൈം ആയിട്ടില്ല. ഏലിയാവേ, ഏതെങ്കിലും ഒരു പിശാചിന്റെ വാക്ക് കേട്ട് മരിക്കേണ്ടവനല്ല നീ. അവര് പറയും നാളെ ഈ നേരത്ത് നിന്നെ ഞാൻ ശരിയാക്കുമെന്ന്. പക്ഷെ തമ്പുരാൻ പറയാതെ, തമ്പുരാൻ അനുവദിക്കാതെ ഒരുത്തരും ഒരു മണ്ണ് വാരിയിടാൻ പറ്റത്തില്ലെന്ന്. നോക്കി നിൽക്കുന്നവരും കാത്തിരിക്കുന്നവരും വെയിറ്റ് ചെയ്തിരിക്കുന്നവരും ഒക്കെ സാറേ അങ്ങനെ ഇരിക്കോ. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ദൈവം അനുവദിക്കാതെ, ദൈവം അനുവദിക്കാതെ, ദൈവം അനുവദിക്കാതെ ഇനിയും ചില നന്മകൾ ഈ പട്ടണത്തിനകത്തുകൂടെ ഈ ദേശത്ത് നിന്ന് പ്രാപിക്കാനുണ്ടെന്ന് പരിശുദ്ധാത്മാവേ അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഇനിയും ചില നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കാനുണ്ടെന്ന്, ഇനിയും ചില നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കാനുണ്ട്. അതിനുവേണ്ടി ദൈവം ഒരു വലിയ ശക്തിയെ തുറക്കുകയാ. ചില ബലഹീനതയ്ക്കകത്ത് പിടിച്ചു നിൽക്കുക, ചില പ്രതിസന്ധിക്കകത്ത് പിടിച്ചു നിൽക്കുക, ചില കഷ്ടതയ്ക്കകത്ത് ശക്തനാക്കുന്നവൻ. നമ്മൾ പഠിക്കുമ്പോൾ പലരും ക്ഷീണിച്ച സാഹചര്യത്തിലെല്ലാം ദൈവം ശക്തിപ്പെടുത്തി അവരെ മുന്നോട്ട് വിടുകയാ. ഈ ശക്തി നമ്മളിൽ എന്തിനാ തരുന്നറിയോ? മുന്നോട്ട് പോകാനാ. ഈ ശക്തി ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ബാക്കിലേക്ക് ചിന്തിക്കുന്നത്. ശക്തി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് നോക്കുന്നത്, പുറകോട്ട് ചിന്തിക്കുന്നത്. നമ്മുടെ കുറച്ചുകൂടെ പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ മറന്നു പോകുന്നത് ഈ ശക്തി ക്ഷയിക്കുമ്പോഴാണ്. ഏലിയാവിന്റെ മേൽ വലിയ നിയോഗങ്ങൾ കിടക്കുക, വലിയ ശുശ്രൂഷകൾ കിടക്കുക. പക്ഷെ ഒരു നിമിഷം ഏതോ ഒരു ശക്തി പറയുന്ന, ഏതോ ഒരു സ്ത്രീ പറഞ്ഞ വാക്കിന്റെ മുന്നിൽ പറയുക, എനിക്ക് മരിച്ചാ മതിയെന്ന്. ഞാൻ ചോദിക്കട്ടെ, അകത്ത് വ്യാപരിച്ച ശക്തി എന്തിയേ? അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ എന്തിയേ? പ്രതിസന്ധി വരുമ്പോൾ തിരുശാന്തമായി ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വരുമ്പോൾ അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എനിക്കറിയാം ഈ വചനം ഒത്തിരി ആഴത്തിൽ ആരോടൊക്കെയോ ഇടപെടുകയാ. ഈ വചനം ഒത്തിരി ആഴത്തിൽ, പുറമേ ഒന്നും കാണാനില്ലെങ്കിലും ഈ വചനം ആഴത്തിൽ ചില ഡെലിവറൻസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഞാൻ ആ വചനം എനിക്ക് വേണ്ടി അങ്ങ് ഏറ്റെടുക്കുകയാ. നിങ്ങൾക്ക് വേണ്ടി അങ്ങ് ഏറ്റെടുത്താട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഈ ആഴ്ചയിൽ എനിക്ക് ചില വിടുതലുകളുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഈ ആഴ്ചയിൽ എനിക്ക് ചില വിടുതലുകളുണ്ട്. മോനെ, നീ വിശ്വസിച്ച് പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഞാൻ എഴുതുന്ന പരീക്ഷയിൽ ഞാൻ ജയിക്കുമെന്ന്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് വേണ്ടി അവിടെ ദൈവം വഴി തുറക്കുമെന്ന്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകുമെന്ന്. എന്നെ ശക്തനാക്കുന്നവൻ. എനിക്കറിയത്തില്ല കുഞ്ഞെ, ദൈവം നിന്നെ ശക്തീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ കൈമാറുന്നു. എന്നെ ശക്തനാക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ. ഭയങ്കര ദൈവശക്തി ആ പദത്തിനുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല, ഒത്തിരി ഭയങ്കര ദൈവശക്തി ഞാൻ അനുഭവിക്കുക. എന്നെ ശക്തനാക്കുന്നവൻ. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകി, ബലമില്ലാത്തവന് ബലം പകർന്നു. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുമ്പോൾ പലപ്പോഴും നിന്നെ ഒന്നുകൂടെ ക്ഷീണിപ്പിക്കാൻ ആൾക്കാർ നോക്കും. ഹല്ലേലൂയ. ഒരു ബലഹീനതകൾ വരുമ്പോൾ ആ മുറിവ് ഒന്നുകൂടെ ആഴത്തിലാക്കാനാ മനുഷ്യര് നോക്കുന്നത്. പക്ഷെ ദൈവം പറയുക, ക്ഷീണിച്ചിരിക്കുന്നവനെ ഞാൻ ശക്തിപ്പെടുത്തും, ബലമില്ലാത്തവനെ ഞാൻ ബലം പകരും. എനിക്കറിയത്തില്ല, ഞാൻ കാണുന്നു
നിങ്ങളുടെ അടുത്ത് ഹല്ലേലൂയ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു കർത്താവിന്റെ കരം നിങ്ങളുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. എനിക്കറിയാം ചുവന്നുള്ള ചില മിനിറ്റുകൾ അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ ഇതിനകത്ത് കാണുകയാ. ഹല്ലേലൂയ നിങ്ങൾ ആ ശക്തിയെ ഒന്ന് സ്വീകരിക്കാൻ റെഡിയായാട്ടെ. ആ ദൈവശക്തിയെ ഒന്ന് സ്വീകരിക്കുവാൻ റെഡിയായാട്ടെ. റാസ കാറ്റാല പ്രഭാർദേരിയ ചുടാ റമ ഷാധാരമന ഹന്തരിയാദന. ഒരു വലിയ ദൈവശക്തി, വലിയ ദൈവശക്തി ഇന്ന് കർത്താവ് ഇതിനകത്ത് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു കഴുകന്റെ ശക്തി പോലെ അതിനെ പറഞ്ഞ് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഒരു കഴുകന്റെ ശക്തിയോടെ നിങ്ങളുടെ നാവുകളിൽ കർത്താവ് ആ ശക്തിയെ ഇപ്പോൾ തുറക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളിൽ ആ ശക്തിയെ കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അധരങ്ങളിൽ ആ ശക്തിയെ കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശക്തിയെ കർത്താവ് ഒന്നുകൂടെ പുതുക്കുന്നത് പോലെ ഒന്നുകൂടെ പുതുക്കം ഒന്നുകൂടെ പുതുക്കുന്നത് പോലെ ഒരു വലിയ ദൈവശക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ ശാന്തമായി പരിശുദ്ധാത്മാവിനോട് പ്രത്യേക നിയോഗം തരും. നിങ്ങളൊരു വലിയ ദൈവശക്തി കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതുക്കം. എനിക്കറിയാം ഇന്ന് ഈ ദൂത് കേൾക്കേണ്ടവരെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കർത്താവ് ശക്തിപ്പെടുത്താൻ ആഗ്രഹിച്ചവരെല്ലാം ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഒന്ന് ഉയർത്തിയാമേ. നിങ്ങളുടെ കരത്തിലേക്ക് ഒരു ദൈവശക്തി ഇപ്പോൾ എനിക്കറിയാം ചില കരങ്ങളിൽ ഒരു ഭയങ്കര ശക്തി തുറക്കുന്നു. പ്രാപിച്ചോ. നിങ്ങളുടെ കരങ്ങളിൽ ആരോ പിടിക്കുന്നത് പോലെ, നിങ്ങളുടെ കരങ്ങളിൽ ഒരു ഭയങ്കര ശക്തി വന്ന് വീഴുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കര ദൈവശക്തി ശരീരത്തിനകത്ത്. അസാധാരണമായ ദൈവത്തിന്റെ ശക്തി, ഒരു ഭയങ്കര ദൈവശക്തി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു തീയായി ഈ ശരീരത്തിനകത്ത് ശക്തിയോടെ തുറക്കട്ടെ. ഭയങ്കര ദൈവശക്തി ശക്തിയോടെ വെളിപ്പെടുന്നു. ആ ഒരു കഴുകന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ഒരു കഴുകന്റെ ശക്തി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കുടുക്കുകൾ പൊട്ടുന്നത് പോലെ ഒരു ഭയങ്കര ദൈവശക്തി ശരീരത്തിൽ. പ്രാപിച്ചോ. ഒരു അസാധാരണമായ ദൈവശക്തി ശക്തിയോടെ ആത്മാവ് തുറക്കുന്നു. മോനെ നീ പ്രാപിച്ചോ. നിന്റെ ശരീരത്തിൽ ഒരു അസാധാരണമായ ദൈവശക്തി തുറക്കുകയാ. നിന്നെ കർത്താവ് ഭയങ്കരമായി ശക്തിപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ഭയങ്കര തീ. തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തി. വായ് തുറന്ന് അന്യഭാഷയെ സ്തുതിച്ചോ. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം. Yes. ഒരു അഭിഷേകത്തിന്റെ സാക്ഷിയെ കർത്താവ് തുറക്കുന്നു. അന്യഭാഷ അടയാളത്തോടെ നിന്റെ നാവുകളുടെ കെട്ടിനെ കർത്താവ് പൊട്ടിക്കുകയാ. നാവുകളുടെ കെട്ടുകൾ, അഭിഷേകത്തിന്റെ നാവുകൾ തുറക്കുന്നു. തുറന്നു വാ. അഭിഷേകത്തിന്റെ നാവുകൾ യേശുവിന്റെ നാമത്തിൽ.
ശക്തിയോടെ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം, ശക്തനാക്കുന്നവൻ. അഭിഷേകം തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. തുറക്കട്ടെ, തുറക്കട്ടെ. നാവുകളിൽ ഭയങ്കര അഭിഷേകം. തുറക്കുമാ, തുറന്നുമാ, തുറന്നുമാ. തുറക്കട്ടെ. ഒരു സങ്കേതമുണ്ട്, ഒരു നാടിലും കാണുന്നു തിങ്ങി നിൽക്കുന്ന ഒരു പാടയുമില്ല. എനിക്ക് കവിയാൻ വെമ്പി നിൽക്കുന്ന ഒരു കുടം പോലെ നിന്റെ അകത്ത് അഭിഷേകം തിങ്ങി നിൽക്കുന്ന ഞാൻ കാണുന്നു. ഒരു പ്രവാചക അഭിഷേകത്തോടെ ദൈവം നിന്നെ എവിടൊക്കെയോ എവിടൊക്കെയോ ഉപയോഗിക്കുവാൻ നിന്റെ മേൽ ഭയങ്കര സാന്നിധ്യം ഇറങ്ങുന്നല്ലോ. ദൈവം നിനക്ക് ഭയങ്കര ഒരു മാന്യത തരുന്നു. പലരും നിന്നെ നിന്ദിച്ചിടത്ത്, പലരും നിന്നെ നിന്ദിച്ചിടത്ത് ദൈവം നിന്നെ ഒരു മാന്യതയുടെ നിനക്കൊരു ഭയങ്കര ദൈവശക്തി വീഴുന്നു. നിന്റെ മേൽ ഭയങ്കര ദൈവശക്തി. പ്രാപിച്ചോ ഈ മിനിറ്റുകളിൽ ഭയങ്കര ദൈവശക്തി തുറക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ചില രോഗത്തിന്റെ കെട്ടുകൾ അഴിയുന്നു, ചില ശാപങ്ങളുടെ കെട്ടുകൾ പൊട്ടുന്നു, ചില ആഭിചാരത്തിന്റെ കുരുക്കുകൾ അഴിയുന്നു, ചില നിന്നെ തകർക്കുവാൻ നോക്കിയ ദുഷ്ടന്റെ പോരുകൾ എനിക്കറിയാം, എനിക്കറിയാം, എനിക്കറിയാം. ഭയങ്കര ദൈവ സാന്നിധ്യം. ചിലരുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത് പോലെ, ചിലരുടെയൊക്കെ ശരീരത്തിൽ തീ പിടിക്കുന്നത് പോലെ, ചിലരുടെയൊക്കെ ശരീരത്തിൽ തീ പിടിക്കുന്നത് പോലെ മധ്യസ്ഥങ്ങളെ പ്രാപിച്ചവർ തീ പിടിക്കുന്ന അഭിഷേകത്തിന് കുതിപ്പ്. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കര ദൈവശക്തി ഞാൻ കാണുന്ന കൂടാരത്തിനകത്തു നിന്ന് ചില ഇരുളുകൾ അഴിയുന്നു. ഈ ദൈവശക്തിയാ ചിലത് തോറ്റുപോകുന്നു. നീ ഇപ്പോൾ പ്രാപിക്കുന്ന ദൈവശക്തി കൊണ്ട് ചിലത് നിന്റെ കൂടാരത്തിനകത്ത് തോറ്റുപോകുന്ന പോലെ കത്തിപ്പിടിക്കുന്നത് പോലെ ചൂട് പിടിക്കുന്നത് പോലെ അഭിഷേകത്തിന്റെ ഒരു ശക്തി, അഭിഷേകത്തിന്റെ ഒരു ശക്തി. നാവ് തുറന്ന് സംസാരിച്ചോ. ഇപ്പൊ നിങ്ങളുടെ മേലെ ദൈവശക്തി നിന്നെ ശക്തനാക്കുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവശക്തി വീഴുന്നു, ദൈവശക്തി വീഴുന്നു. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയാൽ ചില രോഗങ്ങൾ നിനക്ക് മുന്നിൽ ആടിയിറങ്ങുന്നു. പ്രാപിച്ചോ, പ്രാപിച്ചൊരു ഭയങ്കര ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നല്ലോ. ചില വഴികൾ തുറക്കുകയാ, ചില പുതുവഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുകയാ. നീ കാണത്തില്ലെന്ന് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ ഇന്ന് തമ്പുരാൻ തുറന്നു വിടുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന് അറിയും മുൻപേ കണ്ടു